എല്ലാ ട്രേഡേഴ്സിനും എല്ലാ ഇൻവെസ്റ്റേഴ്സും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ അന്താരാഷ്ട്ര വിപണിയിലെ അസംസ്കൃത എണ്ണയുടെ വില സമീപകാല വിലയിൽ നിന്നും താഴേക്ക് ഇറങ്ങി തുടങ്ങിയത്. അതായത് ക്രൂഡ് ഓയിൽ വില ബാരലിന് $70 താഴെ എന്നത് കഴിഞ്ഞ 7 മാസത്തെ വിലയിൽ വെച്ച് നോക്കിയാൽ 7 മാസം താഴ്ന്ന നിലവാരത്തിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എണ്ണയുടെ ഉൽപാദനത്തിൽ നിയന്ത്രണം പിൻവലിക്കാനുള്ള ഒപെക് പ്ലസ് രാജ്യങ്ങളുടെ തീരുമാനവും അമേരിക്കയിൽ ട്രംപ് ഭരണം ഉയർത്തിയ വ്യാപാര യുദ്ധ സാഹചര്യവുമാണ് അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില ഇടിവിന്റെ മുഖ്യ കാരണങ്ങളായി കരുതുന്നത്. അപ്പോൾ ഏപ്രിൽ മുതൽ എണ്ണയുടെ ഉൽപാദനം ഉയർത്താനാണ് റഷ്യ ഉൾപ്പെടെയുള്ള എണ്ണ ഉൽപാദക രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ഒപെക് പ്ലസിന്റെ തീരുമാനം. ഇത് എണ്ണവിലയെ കാര്യമായി സ്വാധീനിച്ചിട്ടുണ്ട്. ട്രംപ് ഭരണത്തിൽ അമേരിക്കയുടെ വ്യാപാര സമ്മർദ്ദം മറ്റു രാജ്യങ്ങൾക്ക് മേൽ മുറുകുന്നുണ്ട്. ഉയർന്ന ചുങ്കം ചുമത്തലും അതിനുള്ള മറ്റു രാജ്യങ്ങളുടെ തിരിച്ചടിയും ആഗോള വ്യാപാര രംഗത്ത് ആശങ്ക ഉയർത്തുന്നുണ്ട്. കാനഡ, മെക്സിക്കോ, ചൈന തുടങ്ങിയ രാജ്യങ്ങൾക്ക് ട്രംപിന്റെ അധിക ചുങ്കം ചുമത്തിയിട്ടുള്ള രാജ്യങ്ങളാണ് ഇതൊക്കെ. അതിന് തിരിച്ചടി എന്ന നിലയിൽ US മേൽ അധിക നികുതി നിരക്ക് ചുമത്തപ്പെട്ടു. ഈ രാജ്യങ്ങളെല്ലാം ഇന്ത്യക്ക് മേലും ട്രംപിന്റെ സമ്മർദ്ദം നിലവിലുണ്ട്. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ എണ്ണവില കുറയുമ്പോൾ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഉക്രൈന് US നൽകുന്ന സൈനിക സഹായത്തിലും പുനർചിന്ത ഉണ്ടാകുന്നത് എണ്ണവില കുറയാൻ കാരണമാകുന്നതായിട്ട് കരുതപ്പെടുന്നു. കഴിഞ്ഞ 3 വർഷങ്ങൾക്ക് ശേഷം ഒപെക് പ്ലസ് നടപ്പാക്കുന്ന ഉൽപാദന വർധന എണ്ണവിലയിൽ കാര്യമായ സ്വാധീനം ഉണ്ടാക്കുമെന്നാണ് കരുതപ്പെടുന്നത്. വരുന്ന ഏപ്രിൽ മുതൽ ദിവസം 1,38,000 ബാരൽ വീതം ഉൽപാദനത്തിൽ വർധന ഉണ്ടാകുമെന്നാണ് ഒപെക് പ്ലസിന്റെ തീരുമാനം. 2022 ശേഷം ഒപെക് പ്ലസ് ഭാഗത്ത് നിന്ന് വരുന്ന ഈ നടപടി എണ്ണയുടെ വിലയിടിവിലുപരി രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒന്നായാണ് കമ്മോഡിറ്റി മാർക്കറ്റ് രംഗം കാണുന്നത്. അമേരിക്കൻ വ്യാപാര സമ്മർദ്ദങ്ങൾ ചൈന അമേരിക്ക വ്യാപാര യുദ്ധത്തിന് വഴി തുറക്കുമെന്ന ആശങ്കയുണ്ട്. ഇത് എണ്ണയുടെ ഡിമാൻഡിൽ ബാധിച്ചേക്കാം. അന്താരാഷ്ട്ര ബെഞ്ച്മാർക്കായ ബ്രന്റ് ക്രൂഡ് വില അതിന്റെ ബാരലിന് $70 എത്തിയത് സമീപ നാളുകളിലെ കുറഞ്ഞ നിരക്കാണ്. ആഗോള രാഷ്ട്രീയ അനിശ്ചിതാവസ്ഥകളും അമേരിക്കൻ ഭരണരംഗത്ത് വന്ന നയമാറ്റവും ലോക സാമ്പത്തിക രംഗത്ത് കൂടുതൽ അസ്ഥിരതകൾക്ക് കാരണമാകാം. വ്യാപാര രംഗത്ത് മാത്രമല്ല തൊഴില്, കുടിയേറ്റം മേഖലകളിലൊക്കെ ചലനങ്ങൾ ഉണ്ടാവുമെന്ന് കരുതുന്നു. പൊതുവെ മാന്ദ്യത്തിന്റെ ഒരു അലയൊലികൾ കൊണ്ട് മുഖരിതമാണ് ആഗോള സാമ്പത്തിക രംഗം ഇന്നുള്ളത്. അതിനു മധ്യ ആണ് ട്രംപിസവും അനുബന്ധ വ്യാപാര സമ്മർദ്ദങ്ങളും അരങ്ങേറി വരുന്നത്. എണ്ണയുടെ സമീപകാല വില നിലവാരവും വിരൽ ചൂണ്ടുന്നത് പൊതുവെ മാന്ദ്യത്തിന്റെ അലയൊലികൾ കൊണ്ട് മുഖരിതമാണ് ആഗോള സാമ്പത്തിക രംഗം ഇന്നുള്ളത്. അതിനു മധ്യ ആണ് ട്രംപിസവും അതിന് അനുബന്ധ വ്യാപാര സമ്മർദ്ദങ്ങളും ഇപ്പോൾ അരങ്ങേറുന്നത്. എണ്ണയുടെ സമീപകാല വില നിലവാരവും വിരൽ ചൂണ്ടുന്നത് പ്രക്ഷുബ്ധമാവുന്ന ആഗോള രാഷ്ട്രീയ സാമ്പത്തിക കാലാവസ്ഥയിലേക്ക് തന്നെയാണ്.